അങ്ങനെ കുറച്ച് നേരം മുമ്പ് ഞാൻ വന്ന് പറഞ്ഞതുപോലെ നാളത്തെ ടാസ്ക് സെയിം ആണ്, ആൾമാറാട്ടമാണ്. അർജുൻ കലക്കുന്നുണ്ട് നോറയായിട്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, ആ പ്രൊമോയിലോ തന്നെയാണ് കാണിക്കുന്നത്. അർജുൻ കലക്കുന്നുണ്ട്, കൺഫഷൻ റൂമിലൊക്കെ വിളിച്ചുകൊണ്ട് ബിഗ് ബോസ് ഓരോരോ കാര്യങ്ങളൊക്കെ കാണിക്കുന്നതാണ് പ്രൊമോയിലുള്ളത്. ഓരോരുത്തരും ഏതൊക്കെ ക്യാരക്ടേഴ്സാണ് പിടിച്ചിരിക്കുന്നത്. പ്രൊമോ കണ്ടിട്ട് നിങ്ങൾക്ക് വല്ലതും മനസ്സിലായോ? കുറേയൊക്കെ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. എന്താണ് പ്രൊമോക്കകത്തുള്ളത് പറയാം. വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ എം അൻസിഫ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമൻറ്റ് ചെയ്യണം. ഇതുപോലത്തെ ജെന്യൂൻ ഫാസ്റ്റ് ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായിട്ട് ഇപ്പം തന്നെ നമ്മുടെ പേജ് മറക്കാതെ ഫോളോ ചെയ്യണം. അപ്പോൾ പ്രൊമോയിൽ കാണിക്കുന്നത് നാളത്തെ ടാസ്ക് വായിക്കുകയാണ്. അർജുനാണ് വായിക്കുന്നത്, അഭിഷേകാണ് വായിക്കുന്നത്. പരകായ പ്രവേശനം എന്നാണ് ടാസ്കിൻ്റെ പേര്. നമ്മുടെ സീസൺ 4 ആൾമാറാട്ടം ടാസ്ക് പോലെ ഓരോരുത്തരും വേറൊരാളുടെ ക്യാരക്ടർ സ്വീകരിക്കുക. ചിലപ്പോൾ കൺഫഷൻ റൂമിൽ വെച്ചിട്ട് ഒരു ഓഡീഷനൊക്കെ ഉണ്ടാവും, സീസൺ 4 ഉണ്ടായിരുന്ന പോലെ. എനിക്ക് ഇത് കണ്ടിട്ട് മനസ്സിലായത് ജിൻഡോ ജാസ്മിൻ്റെ ക്യാരക്ടറാണ് എടുക്കുന്നത്, സിജോ ശ്രീതുവിൻ്റെ ക്യാരക്ടറാണ് എടുക്കുന്നത്. 2 കൊമ്പൊക്കെ കെട്ടി പാവയൊക്കെ കൊണ്ട് നടക്കുന്നുണ്ട്. ജിൻഡോ ഞാൻ രാജ്ഞിയാണ്, ഞാൻ പറഞ്ഞ അനുസരിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അർജുൻ നോറയായിട്ട് എൻ്റെ പൊന്നേ ഒന്നും പറയാനില്ല. നോറയായിട്ട് ക്യാമറയുടെ മുമ്പിൽ പോയി നിന്നിട്ട് ഇവിടെ എല്ലാവരും മണ്ടന്മാർ, ഞാൻ മാത്രമേ ഉള്ളൂ നല്ലത്. ബിഗ് ബോസ് കൺഫഷൻ റൂമിൽ വിളിക്കുന്നുണ്ട്, നിങ്ങളൊരു മികച്ച മത്സരാർത്ഥിയാണ് നോറ, അത് പിന്നെ എനിക്കറിയില്ലേ എന്നൊക്കെ നോറ സംസാരിക്കുന്നതൊക്കെ അതിനകത്തുണ്ട്. പിന്നെ ഋഷി എടുത്തിരിക്കുന്നത് എനിക്ക് കണ്ടിട്ട് ജിൻഡോ ആണെന്നാണ് എനിക്ക് തോന്നി. ഋഷി എടുത്തിരിക്കുന്നത് എനിക്ക് കണ്ടിട്ട് സിജോ ആണെന്നാണ് കേട്ടോ എനിക്ക് തോന്നിയത്. ഋഷി എടുത്തിരിക്കുന്നത് സിജോയാണെന്നാണ് എനിക്ക് തോന്നിയത്. കാരണം ജിൻഡോ പറഞ്ഞിട്ട് ഫ്ലോർ ക്ലീൻ ആക്ക് എന്ന് പറയുമ്പോൾ ഋഷി എന്നെ കൊണ്ട് പട്ടി ക്ലീൻ ആക്കും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സിജോയുടെ അടുത്താണ് ആ സംഭവം പറയുന്നത്. അപ്പോൾ അടുത്ത് അഭിഷേക് ഋഷിയുടെ ക്യാരക്ടറാണ് എടുത്തിരിക്കുന്നത്. മുടിയെല്ലാം ഇങ്ങനെ ചുരുണ്ടുകൂടി ഇരിക്കുന്നുണ്ട്. പിന്നെ ഋഷി എടുത്തിരിക്കുന്നത് മൊത്തം കൺഫ്യൂഷൻ ആയല്ലോ. നോറ എടുത്തിരിക്കുന്നത് അഭിഷേകിൻ്റെ ക്യാരക്ടറാണെന്ന് തോന്നുന്നു. കാരണം ഇങ്ങനെ മസിലൊക്കെ പിടിച്ചുകൊണ്ട് ഇങ്ങനെയൊക്കെ നിൽക്കുന്നുണ്ട്, മസിലെല്ലാം പിടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. പിന്നെ ശ്രീതു എടുത്തിരിക്കുന്നത് അർജുൻ്റെ ക്യാരക്ടറാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ മൊത്തത്തിൽ എല്ലാവരും ഓരോരോ ക്യാരക്ടേഴ്സ് ഇത് എടുത്തിരിക്കുകയാണ്. പക്ഷേ ഇതെല്ലാം കറക്റ്റ് ആവണമെന്നില്ല കേട്ടോ. ജാസ്മിൻ്റെ ക്യാരക്ടർ ഇതിനകത്ത് എനിക്ക് സിജോ ആണോ എന്ന് കൺഫ്യൂഷനുണ്ട്, അഭിഷേക് ആണോ എന്നും കൺഫ്യൂഷനുണ്ട്. 2 പേരുടെയും ക്യാരക്ടർ പോലെ തോന്നുന്നുണ്ട്. അത് നമുക്ക് നോക്കാം. ഇത്രയാണ് എനിക്ക് ആ പ്രൊമോക്കകത്തുനിന്ന് മനസ്സിലായത്. പക്ഷേ ഞാനൊന്ന് ചോദിക്കട്ടെ, ആൾമാറാട്ടം ടാസ്ക് ഓൾറെഡി ഈ സീസണിനകത്ത് 2-3 തവണ വന്നിട്ടുണ്ട്. കാരണം 4ാമത്തെ ആഴ്ച സെയിം ഈ പറയുന്ന ജനിച്ചിട്ടാ സുന്ദരിയരാ എന്നൊക്കെ പറഞ്ഞിട്ട് അർജുൻ ചെയ്തല്ലോ. അപ്പോൾ അതുപോലെ വീണ്ടും ഈ ടാസ്ക് വരവ് എത്രത്തോളം ഏൽക്കുമെന്ന് എനിക്കറിയത്തില്ല. എന്നാലും കൊള്ളാമായിരിക്കുമെന്ന് തോന്നുന്നുണ്ട്. നോക്കാം നമുക്ക് നാളെ എന്താവും എന്ന്. അപ്പോൾ ഇന്ന് രാത്രിയിലത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂ ആയിട്ട് ഞാൻ വരാം. അതുവരേക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.